everyone, welcome back to Learning Now. ഇന്ന് നമുക്ക് സീരീസ് റെപ്രസെൻറ്റേഷൻ്റെ പാർട്ട് 1 ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. പാർട്ട് 1 എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സീരീസ് എന്ന് പറയുമ്പോൾ ടൈലർ സീരീസ്, മെക്ലോറിൻ സീരീസ്, ഫൊറിയർ സീരീസ് ഇതെല്ലാമാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് പാർട്സ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ സീരീസ് റെപ്രസെൻറ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലെറ്റ് us start. Find the Maclaurin series of f of x equal to cos hx. f of x on the cos hx ആണ്. അതായത് മെക്ലോറിൻ സീരീസിന്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? f of 0 plus f dash of 0 by 1 factorial into x plus f double dash of 0 by 2 factorial into x square plus etc. Since x naught is 0 അല്ലെ, മെക്ലോറിൻ സീരീസ് എന്ന് പറയുമ്പോൾ x naught നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 0 ആയിട്ടാണ്. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ cos hx ആണ്. അപ്പോൾ നമുക്ക് ഓരോ വാല്യൂസ് കാണാം. അതായത് f of 0, f dash of 0, f double dash of 0 ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം ഈ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ f of x cos hx ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് x ന് 0 കൊടുക്കുക. cos h 0 1 ആണ് അല്ലെ, cos 0 തന്നെ 1. നെക്സ്റ്റ് f dash of x കാണാം, എങ്കിൽ മാത്രമേ f dash of 0 കാണാൻ പറ്റുള്ളൂ. അപ്പോൾ f dash of x എന്ന് പറയുമ്പോൾ cos hx ന്റെ ഡെറിവേറ്റീവ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്. cos hx ന്റെ ഡെറിവേറ്റീവ് മൈനസ് അല്ല പ്ലസ് sin hx ആണ്. ഇനി അതിൽ x ന് 0 കൊടുക്കുമ്പോൾ sin 0 വരും, ദാറ്റ് ഇസ് 0. f ഡബിൾ ഡാഷ് ഓഫ് x കാണാം, അഗെയിൻ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ പോസിറ്റീവ് തന്നെയാണ് വരിക. sin hx ന്റെ ഡെറിവേറ്റീവ് cos hx ആണ്. അപ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് 0 പറയുമ്പോൾ x ന് 0 കൊടുക്കാം. അപ്പോൾ cos h 0, ദാറ്റ് ഇസ് cos 0 1. സിമിലർലി ടു മോർ ടേംസ് കാണാം, കാരണം നമുക്ക് ഇതുപോലെ ചില ടേംസ് വരുന്നില്ല, 0 ആയി പോവാണ്. അതുകൊണ്ടാണ് മിനിമം നിങ്ങളൊരു 3 ടേംസ് അല്ലെങ്കിൽ 4 ടേംസ് സീരീസിൽ ഉണ്ടാവണം. അതനുസരിച്ചിട്ട് വേണം അത്രയും ഡെറിവേറ്റീവ് വാല്യൂസ് കണ്ടുപിടിക്കാൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ എച്ച് എക്സ് ആണ്. ജസ്റ്റ് കോസിന്റെ സൈൻ, സൈനിന്റെ കോസ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൽ എക്സിന് 0 കൊടുക്കുക, എഗെയിൻ സൈൻ 0 0 കിട്ടും. ഇനി ഫോർത്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എഗെയിൻ കോസ് എച്ച് എക്സ്, ഫോർത്ത് ഡെറിവേറ്റീവ് അതിൽ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ കോസ് 0 1. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ടേംസ് കണ്ടുപിടിക്കാൻ കാരണം കുറേ ടേംസ് 0 ആവുന്നത് കൊണ്ടാണ്. 1 plus x by 1 factorial into 0 plus x square by 2 factorial into 1 plus x cube by 3 factorial into 0 plus x raised to 4 by 4 factorial into 1 plus etc. അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് 1 0 1 0 1 0 ടേംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇതിൽ മിനിമം 3 ടേംസ് അല്ലെങ്കിൽ 4 ടേംസ് റെപ്രസെന്റ് ചെയ്യാൻ നോക്കുക, കണ്ടുപിടിക്കുക. സോ വിൽ ഗെറ്റ് 1 പ്ലസ് ഈ ഒരു ടേം 0 ആയപ്പോൾ x square by 2 factorial, ഓക്കെ, plus x cube by 3 factorial into 0 ആണ്. അപ്പോൾ ഇത് 0 ആയിപ്പോൾ. നെക്സ്റ്റ് വൺ x raised to 4 by 4 factorial plus etc. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടേം വരുന്നത് x raised to 6 by 6 factorial ഇങ്ങനെ ആയിരിക്കും. ഫിഫ്ത്ത് ടേം അത് 0 ആയിപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടൈലർ സീരീസ് ഓഫ് f of x equal to sin pi x at x equal to 1 by 4. അപ്പോൾ ഇവിടെ at x equal to 1 by 4 എന്ന് പറയുന്നതാണ് x naught. ക്ലിയർ ആയല്ലോ? ആദ്യം തന്നെ ടൈലർ സീരീസ്, അതായത് ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ടൈലർ സീരീസിൽ റെപ്രസെന്റ് ചെയ്യുക? f of x naught plus x minus x naught by 1 factorial into f dash of x naught plus x minus x naught whole square by 2 factorial into f double dash of x naught plus x minus x naught whole cube by 3 factorial into f triple dash of x naught plus etc. ഇപ്പോൾ ടൈലർ സീരീസിൽ x naught 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് മെക്ലോറിൻ സീരീസ് കിട്ടുന്നത് അല്ലേ. അപ്പം അത് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ടൈലർ സീരീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് നോട്ട് എന്ന് പറയുന്നത് 1 by 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യമുള്ള ടേംസ് എന്തൊക്കെയാണ്? എഫ് ഓഫ് എക്സ് നോട്ട് വേണം, ദാറ്റ് ഈസ് എഫ് ഓഫ് 1 by 4. എഫ് ഓഫ് എക്സ് സൈൻ പൈ എക്സ് ആണ്. അപ്പോൾ എക്സിന് 1 by 4 റീപ്ലേസ് ചെയ്യാം. സോ വിൽ ഗെറ്റ് സൈൻ പൈ ബൈ 4. സൈൻ പൈ ബൈ 4 1 by √2 ആണ്. അതുപോലെ നെക്സ്റ്റ് ഓരോ ഡെറിവേറ്റീവ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണാം, എന്നിട്ട് എക്സിന് 1 by 4 കൊടുക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? sin pi x ന്റെ ഡെറിവേറ്റീവ് cos pi x into ഡെറിവേറ്റീവ് ഓഫ് pi x pi ആണ്. സോ pi cos pi x. ഇനി x ന് 1 by 4 കൊടുക്കുക. അപ്പോൾ pi into cos pi by 4, that is pi by √2 അല്ലേ. pi into 1 by √2 വരും, അതായത് pi by √2. നെക്സ്റ്റ് ഇനി f ഡബിൾ ഡാഷ് ഓഫ് x, അതായത് pi cos pi x ന്റെ ഡെറിവേറ്റീവ് ആണ്. pi ഓൾറെഡി ഉണ്ട്, cos pi x ന്റെ മൈനസ് sin pi x ഇൻറ്റു വീണ്ടും പൈ വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് മൈനസ് പൈ സ്ക്വയർ സൈൻ പൈ എക്സ്. ഇനി എക്സിന് 1 by 4 കൊടുക്കാം. അപ്പോൾ മൈനസ് പൈ സ്ക്വയർ സൈൻ പൈ ബൈ 4. ഈ സൈൻ പൈ ബൈ 4ഉം കോസ് പൈ ബൈ 4ഉം 1 by √2 ആണ്. സോ അതിൽ കൺഫ്യൂഷൻ ഇല്ല. സോ വിൽ ഗെറ്റ് മൈനസ് പൈ സ്ക്വയർ ബൈ √2. നെക്സ്റ്റ് വൺ തേർഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്, അഗെയിൻ വൺസ് മോർ, അതായത്
സൈൻ എന്നുള്ളത് കോസ് ആവും, സൈൻ്റെ പ്ലസ് കോസ് പൈ എക്സ് ആണ്, അപ്പോൾ മൈനസ് അങ്ങനെ തന്നെ എഴുതാം. പൈ സ്ക്വയറിൻ്റെ കൂടെ ഒരു പൈ കൂടി വരും, സോ പൈ ക്യൂബ് അല്ലേ. സോ മൈനസ് പൈ ക്യൂബ് കോസ് പൈ എക്സ് ദെൻ അതിൽ എക്സിന് 1/4 റീപ്ലേസ് ചെയ്യുക, അപ്പോൾ മൈനസ് പൈ ക്യൂബ് ബൈ റൂട്ട് 2 കിട്ടും. Therefore, f of x, Taylor series of f of x എന്താ 1/√2 plus x minus 1/4 by 1 factorial into 1 pi by root 2 plus x minus 1/4 whole square by 2 factorial into minus pi square by root 2 plus x minus 1/4 whole cube by 3 factorial into minus pi cube by root 2 plus etc. Okay, അപ്പോൾ ഇത് ഇത്രയും ടേംസ് ഉണ്ട്, അത്ര വരെ കണ്ടുപിടിച്ചാൽ മതി. Next question, find the Taylor series expansion for f of x equal to tan inverse x at x equal to 1. അതായത് x നോട്ടിന്റെ വാല്യൂ ആണ് 1 തന്നിരിക്കുന്നത്. സോ f of x ഉണ്ട്, f of x നോട്ട് again സെയിം Taylor series representationന്റെ entire ഫോമിൽ ചെയ്ത് കൺസേൺ ടേംസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം f of x tan inverse x ആണ്. സോ xന് x നോട്ട് അതായത് 1 റീപ്ലേസ് ചെയ്യുക, അപ്പോൾ f of 1 കിട്ടും. tan inverse ഇതുപോലെ tan inverse ഇവിടെ 1 ആണ്, that is equal to pi by 4 അല്ലേ. ഇനി f dash of x കാണാം, 1/1 plus x square ആണ്, അതിൽ xന് 1 കൊടുക്കാം, അപ്പോൾ xന് 1 കൊടുക്കുമ്പോൾ 1/1 plus 1 that is 1/2. again f double dash of x കാണാം, f dash of x എന്ന് പറയുന്നത് 1/1 plus x square ആണ് അല്ലേ. അപ്പോൾ ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 1 plus x square whole raised to -1 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നിങ്ങൾ x raised to -1 എന്താ ചെയ്യാറ്, nx raised to n-1 that is -1/x square കിട്ടും അല്ലേ, ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ ഒരു ടേം ആണ്. ഇവിടെ ഇപ്പോൾ x മാത്രമേ ഉള്ളൂ, അപ്പോൾ നമ്മുടെ കേസിൽ 1 plus x square raised to -1 ആണ്. അപ്പോൾ കിട്ടുന്ന ടേം എന്തായിരിക്കും, എക്സിന് പകരം 1 plus x square, അതായത് -1/1 plus x square whole square ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 plus x square. 1ന്റെ 0 വരും, x സ്ക്വയറിന്റെ 2x വരും, അപ്പോൾ ഈ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. സോ -2x/1 plus x square whole square. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഈ കോഷ്യൻ റൂളിലെ f/g ഫോം gf dash minus fg dash by g square അത് ചെയ്തു എന്നേ ഉള്ളൂ, അത് ചെയ്യണം എന്നില്ല. ഓക്കെ, കാരണം നമുക്കിപ്പോൾ ന്യൂമറേറ്ററിൽ എക്സിന്റെ ടേം ഒന്നും ഇല്ലല്ലോ, ഇങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല, നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് f double dash of x കിട്ടി. ഇനി xന് 1/2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ -1/2 ആണ് ആൻസർ കിട്ടുക. സോറി, xന് 1 കൊടുക്കാം കേട്ടോ, സോറി xന് 1 കൊടുക്കുക, അപ്പോൾ f double dash of 1 കിട്ടും, റീപ്ലേസ് x by 1, so we'll get -1/2. ക്ലിയർ ആയല്ലോ, കാരണം ഇവിടെ -2 into 1 divided by 1 plus 1 whole square വരും, അപ്പോൾ -2/4 വരും, that is -1/2. നെക്സ്റ്റ് വൺ f triple dash of x, അതും ഇതേപോലെ തന്നെ. ഇപ്പോൾ ഇനി നമുക്ക് കിട്ടുന്ന ടേം ഇതേപോലെ കോഷ്യൻ റൂൾ തന്നെ അപ്ലൈ ചെയ്യണം, കാരണം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ എക്സിന്റെ ടേംസ് ഉണ്ട്, അപ്പോൾ എന്തായാലും നമുക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് f ആണ്, ഇത് g ആണ്, u v ഏത് നൊട്ടേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അപ്പോൾ 1 plus x square whole square into ഡെറിവേറ്റീവ് ഓഫ് -2x എന്താ -2 മൈനസ് f g dash, f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2x ഇൻറ്റു g dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus x square whole squareന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ആദ്യം x സ്ക്വയറിന്റെ 2x എഴുതാറില്ല, അതുപോലെ ഇവിടെ 2 into 1 plus x square ചെയ്യുക ഇൻറ്റു ഈ ഒരു ടേമിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഇസ് 2x. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4x വരും അല്ലേ, 4x into 1 plus x square, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് ക്യാൻസൽ, പ്ലസ് ആവും. അപ്പോൾ ഫൈനലി നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതിപ്പോൾ ഫുൾ എക്സ്പാൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഡയറക്റ്റ് ആയിട്ട് 1 കൊടുത്താൽ മതി. ഓക്കെ, എല്ലാം ടേംസിനും. സോ ഇവിടെ 1 അതാണ് ഈസി, കാരണം ഇതെല്ലാം എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ 1 plus 1 whole square, അതായത് 4 into -2 that is -8, അതാണ് ഫസ്റ്റ് ടേം. നെക്സ്റ്റ് വൺ മൈനസ് പ്ലസ് ആവും, ദെൻ 2 into ഈ ഒരു 2 ഉണ്ട് അഗെയിൻ 2, ദെൻ ഇവിടെ ഒരു 1 plus 1 2 വരും. ക്ലിയർ ആയല്ലോ, അപ്പോൾ 4 പ്രാവശ്യം 2 that is 4 into 4 16 വരും. സോ -8 plus 16 divided by 1 plus 1 2 raised to 4.
So 1 by 2 ആണ് ആൻസർ. അപ്പോൾ ഫൈനലി നമ്മുടെ ടൈലർ സീരീസ് റെപ്രസെൻറ്റേഷൻ പൈ ബൈ 4 പ്ലസ് എക്സ് മൈനസ് 1 by 1 ഫാക്ടോറിയൽ ഇൻറ്റു 1 by 2 പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു മൈനസ് 1 by 2 പ്ലസ് എക്സ് മൈനസ് 1 ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 1 by 2 പ്ലസ് എക്സെട്ര. Next question, find the Fourier series of f of x equal to x minus x square from x equal to minus pi to pi. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഇന്റർവൽ എന്ന് പറയുന്നത് പൈ മൈനസ് ഓഫ് മൈനസ് പൈ ആണ്, ദാറ്റ് ഈസ് 2π. അപ്പോൾ 2l ആണ് നമുക്ക് 2π ആയിട്ട് കിട്ടിയത്. 2 ക്യാൻസൽ ചെയ്താൽ l equal to പൈ കിട്ടി. ഇനി നമുക്കത് ഈവൺ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ടേംസ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. എഫ് ഓഫ് മൈനസ് എക്സ് ആദ്യം കണ്ടുപിടിക്കാം. എക്സിന് ജസ്റ്റ് മൈനസ് എക്സ് കൊടുക്കും. സോ എക്സ് മൈനസ് എക്സ് സ്ക്വയറിൽ എക്സിനെ മൈനസ് എക്സ് റീപ്ലേസ് ചെയ്യാം. മൈനസ് എക്സ് മൈനസ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് കിട്ടുന്നത് മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണ് നമുക്കിപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് കിട്ടിയത്. ഇനി ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈവൺ ആണെന്ന് പറയാം. മൈനസ് എഫ് ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് എന്നെങ്കിലും പറയാം. പക്ഷെ ഇത് രണ്ടുമല്ല. നോക്കിയാൽ അറിയാം മൈനസ് ഓഫ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് മൈനസ് എക്സ് സ്ക്വയറും കമ്പയർ ചെയ്യും. രണ്ടും സിമിലർ അല്ല അല്ലെ, എഫ് ഓഫ് എക്സും അല്ല മൈനസ് എഫ് ഓഫ് എക്സും അല്ല. അത് കാരണം നമുക്ക് നെയ്തർ ഈവൺ നോർ ഓഡ് എന്നാണ് നമ്മൾ പ്രഡിക്ഷനിൽ എത്തിയത്. അപ്പോൾ ഫൈനലി Fourier series of f of x equal to a0 by 2 plus sigma n 1 to infinity an cos n pi x by l plus sigma n 1 to infinity bn sin n pi x by l where l equal to pi. അത് റീപ്ലേസ് ചെയ്യാം. l പൈ കൊടുക്കുമ്പോൾ ഈ പൈയും പൈയും ക്യാൻസൽ ആവും അല്ലേ. പൈ കൊടുത്തു കഴിഞ്ഞാൽ പൈ പൈ ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് a0 by 2 plus sigma n 1 to infinity an cos nx plus sigma n 1 to infinity bn sin nx. ഇനി നമ്മൾ ആദ്യത്തെ Fourier കോഎഫിഷ്യന്റ് a0 കണ്ടുപിടിക്കാം. ഫോർമുല അപ്ലൈ ചെയ്യുക. 1 by ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ സെപ്പറേറ്റ് ആയി ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സിന്റെ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് സ്ക്വയറിന്റെ എക്സ് ക്യൂബ് ബൈ 3. ലിമിറ്റ്സ് മൈനസ് പൈ ടു പൈ 1 by പൈ 8 അത് ഔട്ട്സൈഡ് തന്നെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം പൈ. അപ്പോൾ പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3 മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ മൈനസ് പൈ അപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് പൈ ഹോൾ സ്ക്വയർ ബൈ 2 മൈനസ് മൈനസ് പൈ ഹോൾ ക്യൂബ് ബൈ 3. അപ്പോൾ ഇവിടെ ഈ മൈനസ് പൈ ഹോൾ സ്ക്വയർ ഇത് പ്ലസ് ആവും. ഇവിടെ മൈനസ് തന്നെ വരും. ഈ മൈനസും മൈനസും പ്ലസ് ആവും. ക്ലിയർ ആയോ? അപ്പോൾ പൈ സ്ക്വയർ ബൈ 2 മൈനസ് പൈ ക്യൂബ് ബൈ 3 ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ മൈനസ് ഓഫ് പൈ സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ മൈനസ് പൈ സ്ക്വയർ ബൈ 2. നെക്സ്റ്റ് ഇവിടെ പ്ലസ് ആയതാണ്. എഗെയിൻ ഒരു മൈനസ് ഇവിടെ ഉണ്ട്. അപ്പോൾ മൈനസ് പൈ ക്യൂബ് ബൈ 3. ക്ലിയർ ആയല്ലോ? ഇതിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. പൈ സ്ക്വയർ ബൈ 2 ക്യാൻസൽ ആവും. ഇത് 2 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ മൈനസ് 2 പൈ ക്യൂബ് ബൈ 3 ഇൻറ്റു 1 by പൈ 8 ഔട്ട്സൈഡ് ഉണ്ട്. അപ്പോൾ ഒരു പൈ ക്യാൻസൽ ആവും. സോ മൈനസ് 2 പൈ സ്ക്വയർ ബൈ 3 ഇതാണ് a0. നെക്സ്റ്റ് Fourier കോഎഫിഷ്യന്റ് an കണ്ടുപിടിക്കുക. അതിനുള്ള ഫോർമുലയാണ് 1 by l ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. പക്ഷെ നമ്മുടെ ഇവിടെ എൽ എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ പൈ പൈ ക്യാൻസൽ ചെയ്താൽ കോസ് എൻ എക്സ് തന്നെ വരും. ക്ലിയർ ആയി? ഇനി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് മൈനസ് എക്സ് സ്ക്വയർ. എന്നിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐലേറ്റ് റൂൾ പ്രകാരം എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആൾജിബ്രയ്ക്കും അതുപോലെ കോസ് എൻ എക്സ് എന്നത് ട്രിഗ്നോമെട്രിക് ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഫംഗ്ഷൻ എടുക്കുക. സെക്കൻഡ് കോസ് എൻ എക്സ് എടുക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? ഇന്റഗ്രൽ കോസിന്റെ ഇന്റഗ്രൽ പ്ലസ് സൈൻ ആണ്. അപ്പോൾ പ്ലസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ എക്സിന്റെ ഡെറിവേറ്റീവ് എൻ. അപ്പോൾ സൈൻ എൻ എക്സ് ബൈ എൻ. ഇനി മൈനസ് ഇന്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അതായത് എക്സിന്റെ 1 എക്സ് സ്ക്വയറിന്റെ 2x 1 മൈനസ് 2x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് അതായത് ഈ സെയിം ടേം വരും സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ് ഹോൾ വിത്തിൻ ദ ലിമിറ്റ്സ് മൈനസ് പൈ ടു പൈ. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. സോ 1 by pi x minus x square sin nx by n മൈനസ് ഇനി ഇവിടെ അഗെയിൻ ഒരു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. ശരിയല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ ഇതിന് ബേസ് ചെയ്തിട്ട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്തെങ്കിലും അറിയാമെങ്കിൽ യു ക്യാൻ അപ്ലൈ ദാറ്റ്. പക്ഷേ മിസ്റ്റേക്സ് വരുത്താതെ നോക്കുക. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഭയങ്കര കെയർഫുൾ ആയി ചെയ്യണം. ഇവിടെയും ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ,
അപ്പോൾ ഇവിടെ 1 minus 2x into sin nxന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് minus cos nx by n ആണ്. ഓൾറെഡി ഇവിടെ ഒരു n ഉണ്ട്, വീണ്ടും ഒരു n വരുമ്പോൾ n സ്ക്വയർ വരും. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു സ്റ്റെപ്പിൽ ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് സിംഗിൾ സ്റ്റെപ്പിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഞാനതിപ്പോൾ അവോയ്ഡ് ചെയ്തതാണ്, കാരണം പലർക്കും ഇതേപോലെ അത് കൺഫ്യൂഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അതാണ് കൺവീനിയൻറ്റ് എങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, ശ്രദ്ധിക്കാം. അപ്പോൾ 1 minus 2x ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഓൾറെഡി ബൈ n ഉണ്ട്. സൈൻ എൻ എക്സിന്റെ മൈനസ് കോസ് എൻ എക്സ് ബൈ n വരും. സോ ഡിനോമിനേറ്ററിൽ 2 times n വരും, n സ്ക്വയർ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദാറ്റ് ഇസ് -2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സെയിം ടേം വരും, മൈനസ് കോസ് എൻ എക്സ് ബൈ n സ്ക്വയർ dx. ലിമിറ്റ്സ് -π to π എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ എഴുതാം. ഇനി ജസ്റ്റ് ഈ ഒരു ഇന്റഗ്രൽ മാത്രം പെൻഡിങ് ആയിട്ടുണ്ട് അല്ലേ, അതിപ്പോൾ ഈ മൈനസും മൈനസും പ്ലസ് ആയി, 2/n സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കാം. ഓക്കെ, കോസ് എൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ബൈ n ആണ്. 2/n സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ n. ക്ലിയർ ആയല്ലോ? ഈ മൈനസ് ഇതുപോലെ ഉള്ളിലേക്ക് എടുക്കുക. ഇത് മാത്രം ശ്രദ്ധിക്കുക, ഈ പ്ലസ് മൈനസ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സോ ഇവിടെ ഒരു മൈനസും ഇത് ഉള്ളിലേക്ക് എടുത്താൽ ഈ മൈനസും പ്ലസ് ആവും. അപ്പോൾ അതാണ് പ്ലസ് 1 minus 2x ഇൻറ്റു കോസ് എൻ എക്സ് ബൈ n സ്ക്വയർ. ഇനി ഇവിടെ ഒരു മൈനസ് മൈനസ് പ്ലസ് വന്നു, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, എഗെയിൻ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ഫൈനൽ ടേമും പ്ലസ് തന്നെയാണ് വരും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? മൈനസ് പൈ ടു പൈ ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ആദ്യം പൈ എന്നുള്ള വാല്യൂ അപ്പർ ലിമിറ്റ് കൊടുക്കുക, ദെൻ മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ പല ടേംസ് ഇതുപോലെ സൈൻ എൻ പൈ അതിൻ്റെ വാല്യൂ നമുക്കറിയാം 0 ആണ് അല്ല, സൈൻ എൻ പൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ സൈൻ പൈ വരുന്ന ടേംസ് ഒക്കെ 0 ആയിപ്പോകും. ക്ലിയർ ആയോ? അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. സോ ടേംസ് 0 ആയിട്ടുള്ളതൊക്കെ മാറ്റുക. 1 minus 2π ഇൻറ്റു മൈനസ് 1 raised to n by n സ്ക്വയർ. ഈ മൈനസ് 1 raised to n വരുന്നത് കോസ് എൻ പൈക്കാണ്. കോസ് എൻ പൈ എന്ന് പറയുന്നത് ബൈ എൻ സ്ക്വയർ അല്ല, കോസ് എൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1 raised to n ആണ്. ഓക്കെ, കോസ് എൻ പൈ എന്ന് പറയുന്നത് മൈനസ് 1 raised to n ആണ്. ബൈ എൻ സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇവിടെ കോസ് എൻ പൈ വരും, മൈനസ് 1 raised to n. ബാക്കി ഈ 0 വരുന്ന ടേംസ് എല്ലാം സൈൻ എൻ പൈ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് മൈനസ് 1 raised to n by n സ്ക്വയർ രണ്ട് ടേംസിലുണ്ട്. ഈ എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ടേംസിലും മൈനസ് 1 raised to n by n സ്ക്വയർ ഉണ്ട്. സോ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. അപ്പോൾ മൈനസ് 1 raised to n by n സ്ക്വയർ അത് ഔട്ട് സൈഡ് എടുക്കാം. ക്ലിയർ ആയി? ഇപ്പോൾ ഇവിടെ 1 minus 2π, ദെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഉള്ളിലേക്ക് എടുത്താൽ മൈനസ് 1 minus 2π വരും. ശരിയല്ലേ? ഇനി ഈ 1ഉം 1ഉം ക്യാൻസലായി, മൈനസ് 2π മൈനസ് 2π മൈനസ് 4π വരും. ഓക്കെ, ഓൾറെഡി ഒരു 1/π ഏറ്റവും ഔട്ട് സൈഡ് ഉണ്ട്. മൈനസ് 1 raised to n by n സ്ക്വയർ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു, മൈനസ് 4π കിട്ടി. ഇനി ക്യാൻസൽ ചെയ്യാനുള്ളത് പൈയും പൈയും ക്യാൻസൽ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഈ മൈനസ് 1 ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. മൈനസ് 1 raised to n ഇൻറ്റു മൈനസ് 1 എന്താ? ജസ്റ്റ് ബേസ് സെയിം പവേഴ്സ് ആഡ് ചെയ്യാം. മൈനസ് 1 raised to n plus 1 ഇൻറ്റു 4/n സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് കോഎഫിഷ്യന്റ് bn കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ 1/l ഇന്റഗ്രൽ മൈനസ് L12 f of x sin n pi x by l dx ആണ് വരിക. ഇവിടെ എല്ലിന് പൈ കൊടുത്തു കഴിഞ്ഞാൽ പൈയും പൈയും ക്യാൻസൽ ചെയ്താൽ sin nx വരും. നമ്മുടെ f of x x minus x square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സെയിം ലൈക്ക് നമ്മൾ നേരത്തെ an കണ്ടുപിടിച്ച പോലെ തന്നെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. അവിടെ കോസിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു ഫസ്റ്റ്, ഇവിടെ സൈനിനെ. അപ്പോൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, സൈൻ എൻ എക്സിന്റെ മൈനസ് കോസ് എൻ എക്സ് ബൈ n ആണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 minus 2x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ n dx. ലിമിറ്റ്സ് -π to π. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1/π. ഇനി ഇവിടെ ഈ ഒരു മൈനസ് ഉണ്ട്, അത് ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് എഴുതിട്ടോ, മൈനസ് ഓഫ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് എൻ എക്സ് ബൈ n മൈനസ് എഗെയിൻ ഇവിടെ ഒരു ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ 1 minus 2x ഇൻറ്റു ഈ മൈനസ് ഇങ്ങനെ തന്നെ എഴുതി കേട്ടോ, കോസ് എൻ എക്സിന്റെ പ്ലസ് സൈൻ എൻ എക്സ് ആണ്.
മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ. അങ്ങനെയാണ് ഈ മൈനസ് വന്നിട്ട് ഇവിടെയുള്ള മൈനസ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ മൈനസ് ഔട്ട് സൈഡ് എടുത്തിട്ട് ഇതിനെ പ്ലസ് ആക്കാം. ഓക്കെ, അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. സപ്പോസ് ഔട്ട് സൈഡ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഒപ്പം തന്നെ നെക്സ്റ്റ് ഇൻ്റഗ്രേഷനിലും എഴുതാം. ഇവിടെ ഇപ്പോൾ ഔട്ട് സൈഡ് ഞാൻ എടുത്തിട്ടില്ല. ക്ലിയർ ആയി? ഇതേ മൈനസ് തന്നെ ഇവിടെ എഴുതി. ഓക്കെ, ഈ മൈനസ് അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എന്നിൻ്റെ എന്ത് വരും? മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ വരും. കാരണം കോസ് എൻ എക്സിൻ്റെ സൈൻ എൻ എക്സ് ബൈ എൻ വരും. ഓൾറെഡി ഒരു എൻ ഉണ്ട് ഇവിടെ. ദെൻ മൈനസ് അഗൈൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ 1 മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ് -2 ഇൻറ്റു അഗൈൻ ഈ സെയിം ടേം തന്നെ വരും അല്ലേ? integral of minus cos nx by n, that is minus sin nx by n square dx. minus pi to pi ആണ് ലിമിറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 by pi minus x square cos nx by n plus 1 minus 2x into sin nx by n square minus ലാസ്റ്റ് ഇൻ്റഗ്രൽ കൂടി ചെയ്തു. ക്ലിയർ ആയോ? ലാസ്റ്റ് sin nx ഇൻ്റഗ്രൽ കൂടി ചെയ്തു. അപ്പോൾ -2 cos nx by n cube ലിമിറ്റ്സ് minus pi to pi. ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുക, ലോവർ ലിമിറ്റ് മൈനസ് പൈ കൊടുക്കുക. നമുക്ക് ടേംസ് കിട്ടണം നോക്കാം. പൈ കൊടുക്കുമ്പോൾ പൈ മൈനസ് പൈ സ്ക്വയർ അല്ലേ? അപ്പോൾ മൈനസ് ഓഫ് പൈ മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡ് ബൈ എൻ പ്ലസ് ഇവിടെ ഒന്ന് നോക്കണ്ട, സൈൻ എൻ പൈ വന്നു കഴിഞ്ഞാൽ അത് 0 എഴുതാം. ലാസ്റ്റ് വൺ ഇതേപോലെ -2 cos n പൈ വരും. അപ്പോൾ അഗെയിൻ -1 ബൈ n ക്യൂബ്. അപ്പോൾ ഇത്രയുമാണ് എക്സിന് പൈ കൊടുത്തപ്പോൾ കിട്ടിയത്. നെക്സ്റ്റ് വൺ എക്സിന് മൈനസ് പൈ കൊടുക്കാം. ഓക്കെ, സോ എക്സിന് മൈനസ് പൈ കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് പൈ മൈനസ് പൈ ഹോൾ സ്ക്വയർ. അതായത് മൈനസ് പൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് പൈ സ്ക്വയർ തന്നെ വരും അല്ലേ? മീൻസ് ഈ ഒരു മൈനസ് അങ്ങനെ തന്നെ വരും. മൈനസ് പൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് പൈ സ്ക്വയർ തന്നെ വരും. അതാണ് ഈ മൈനസ് അങ്ങനെ തന്നെ എഴുതി മൈനസ് പൈ സ്ക്വയർ ഇൻറ്റു അഗെയിൻ കോസ് എൻ മൈനസ് പൈ ആണ് വരിക. അതായത് കോസ് ഓഫ് മൈനസ് എൻ പൈ വരും. നമുക്കറിയാം കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്, പ്ലസ് കോസ് തീറ്റയാണ്. സൈൻ ഓഫ് മൈനസ് തീറ്റയാണ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ചേഞ്ച് ഒന്നും വരില്ല, സൈനിന് ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ കോസ് എൻ പൈ തന്നെ വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് -1 ബൈ എൻ അങ്ങനെ തന്നെ എഴുതി. ഫസ്റ്റ് ടേം കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടേമിൽ മൈനസ് പൈ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം മനസ്സിലായല്ലോ. മൈനസ് പൈ കൊടുക്കുക. അപ്പോൾ മൈനസ് പൈ ഹോൾ സ്ക്വയർ പൈ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഓഫ് മൈനസ് പൈ സ്ക്വയർ. ഇനി കോസ് ഓഫ് മൈനസ് എൻ പൈ വരും. അത് കോസ് എൻ പൈ തന്നെയാണ്. ദാറ്റ് ഇസ് -1 ബൈ എൻ പ്ലസ് 1 മൈനസ് 2x, അതായത് 2 ഇൻറ്റു മൈനസ് പൈ ഇൻറ്റു സൈൻ എൻ പൈ എന്തായാലും വരും. ഓക്കെ, അപ്പോൾ അത് 0 ആയിരിക്കും. സൈൻ ഓഫ് മൈനസ് എൻ പൈ ആണ്, ദാറ്റ് ഇസ് മൈനസ് സൈൻ എൻ പൈ ആണ്. ബട്ട് എന്തായാലും സൈൻ എൻ പൈ 0 ആണ്. സോ ആ ടേം 0 എന്ന് എഴുതാം. ആൻഡ് ലാസ്റ്റ് വൺ -2 ബൈ എൻ ക്യൂബ് ഇൻറ്റു കോസ്, ഇതേപോലെ മൈനസ് എൻ പൈ എന്ന് പറഞ്ഞാൽ കോസ് എൻ പൈ ആണ്, -1 ക്ലിയർ ആയല്ലോ? ഇത്രയും ടേംസ് കിട്ടി. എന്തെങ്കിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് എടുക്കാം. സോ ആകെ കൂടി പെൻഡിങ് ആയിട്ടുള്ള ടേംസ് ആണ്. ഇനി ഒരു മൈനസ് ഉള്ളിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ്. ഇവിടെ ഇപ്പോൾ മൈനസ് പൈ, ഓക്കെ, മൈനസ് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് പൈ പ്ലസ് പൈ സ്ക്വയർ വരും അല്ലേ? ഇൻറ്റു -1 ബൈ എൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. മൈനസ് പൈ പ്ലസ് പൈ സ്ക്വയർ കിട്ടി. നെക്സ്റ്റ് ടേം -2 -1 ബൈ എൻ ക്യൂബ്. ഇനി നെക്സ്റ്റ് ടേമിൽ മൈനസ് ഓഫ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും ആൻഡ് അഗെയിൻ ഇതും പ്ലസ് ആവും. അപ്പോൾ ഇത് രണ്ടും സിമിലർ ടേംസ് ആണ്, ഓപ്പോസിറ്റ് സൈൻസ് ആണ്. അപ്പോൾ അത് ക്യാൻസൽ ആയി. ശരിയല്ല? അപ്പോൾ ഇനി ബാക്കിയുള്ള ടേംസ് ഇവിടെ ഇപ്പോൾ മൈനസ് പൈ സ്ക്വയർ അല്ലേ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ ഇതിനും -1 ബൈ എൻ കോമൺ ആയിട്ട് രണ്ടിനും ഉണ്ട്. അപ്പോൾ അത് ഔട്ട് സൈഡ് എഴുതി. ക്ലിയർ ആയോ? ഈ രണ്ട് ടേംസ് പിന്നെ ഓൾറെഡി ക്യാൻസൽ ആയിപ്പോയി.
ഓക്കെ, ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാനുള്ളത് എന്താ? പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ക്യാൻസൽ ആയി. മൈനസ് പൈ മൈനസ് 2π ആണ്. ദെൻ 1/π ഉണ്ട്, -1/n ഉണ്ട്. എഗെയിൻ ഒരു മൈനസും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ -1/n+1 കിട്ടി. ഇൻറ്റു ഇതുപോലെ പൈയും പൈയും ക്യാൻസൽ ആയി, ശരിയല്ലേ? പൈയും പൈയും ക്യാൻസൽ ആയി. ഇത് ഈ ഒരു മൈനസ് എന്ന് പറയുന്നത് ഇവിടെ n+1 ആക്കി. ദെൻ 2/n വരും. അപ്പോൾ -1/n+1/2n ഇൻറ്റു 2/n. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ചെയ്യാം. നമുക്ക് എല്ലാം കോഎഫിഷ്യൻസും കിട്ടിയല്ലേ? അപ്പോൾ a02 പ്ലസ് സിഗ്മ n 1 to infinity an cos nx. എന്തുകൊണ്ടാണ് nx? nπx/l ന് പൈ കൊടുത്താൽ പൈയും പൈയും ക്യാൻസൽ ചെയ്ത cos nx ഉം sin nx ടേംസ് ആണ് വരിക. പ്ലസ് സിഗ്മ n 1 to infinity bn sin nx. അതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടേം a0/2 ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും a0 കിട്ടിയത് അങ്ങനെ ആദ്യം എഴുതി വെക്കരുത്, ഡിവൈഡഡ് ബൈ 2 ചെയ്യാൻ മറക്കരുത്. ഇവിടെ 2 2 ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. -π²/3 പ്ലസ് ആൻഡ് നെക്സ്റ്റ് ടേംസ് എന്താ? സിഗ്മ n 1 to infinity an എന്ന് പറയുന്നത് -1/n+1 4/n² into cos nx പ്ലസ് സിഗ്മ n 1 to infinity -1/n+1 into 2/n into sin nx. ഇതാണ് കംപ്ലീറ്റ് ഫോറിയർ സീരീസ്.